ഇന്ന് മലയാളികളായ നാം ആശങ്കയോടെ കേട്ട ഒരു വാർത്തയുണ്ട്. ശിരൂരിൽ കാണാതായ അർജുനെയും അവൻ്റെ ലോറിയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. അതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ഒരു മുതലാളിയും തൊഴിലാളിയും എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മനാഫും അർജുനും. 72 ദിനരാത്രങ്ങളായി അർജുനെ കാണാതായിട്ട്. ശിരൂരിൽ മണ്ണിടിച്ചിൽ സംഭവിച്ച അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ മനാഫ് അവിടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അർജുൻ്റെ അമ്മയ്ക്ക് മനാഫ് കൊടുത്ത ഒരു വാക്കുണ്ട്. അർജുനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരൂ, ഈ ദൗത്യം പൂർത്തീകരിക്കൂ എന്നുള്ളത്. അയാൾ ആ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുന്നു. തൻ്റെ ഡ്രൈവറായ അർജുനു വേണ്ടി ഇത്രയും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അയാൾ. ഒരു ലോറി ഡ്രൈവർക്കും വേണ്ടി ഇത്രയും കൂടുതൽ തിരയണോ എന്ന് വരെ സോഷ്യൽ മീഡിയകളിലും മാധ്യമപ്രവർത്തകരടക്കം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയപ്പോഴും അയാൾ പിറകോട്ട് പോയില്ല. അയാളുടെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അയാൾ മുട്ടാത്ത വാതിലുകളില്ല. തിരച്ചിലിൻ്റെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും അവസാനിച്ചപ്പോഴും അയാൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ അർജുനനെ തേടിയുള്ള യാത്രകൾ അവസാനിപ്പിച്ചില്ല. ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 1 കോടിയോളം രൂപ ചിലവിട്ടാണ് അർജുനും വേണ്ടി ഗോവയിൽ നിന്നും ആ ഡ്രഡ്ജർ ശിരൂരിലെത്തിച്ചത്. നമ്മളിൽ പലർക്ക് പോലും നമുക്ക് തോന്നിയിട്ടുണ്ടാകും, ഒരാൾക്കും വേണ്ടി ഇത്രയും കൂടുതൽ തിരയണോ, അല്ലെങ്കിൽ ആ പ്രവർത്തനം അവിടെ നിർത്തിവെച്ചൂടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നിർത്തിവെക്കാൻ പോകാൻ കഴിയില്ലല്ലോ. ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്നോളം 72ാം ദിനത്തിൽ ആ ലോറിക്കുള്ളിൽ വെച്ച് അവനെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. മനാഫിൻ്റെ മനോധൈര്യവും കുടുംബക്കാരുടെ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇനി നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പഠിക്കാൻ അതിൽ നിന്നും ഓരോ പാഠവും ദൈവം തന്നിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു തൊഴിലാളിയും മുതലാളിയും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. മനാഫ് ആ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. മറ്റുള്ള എന്ത് വിഷയങ്ങളിലും അയാളെ പഴി ചാരിയാലും തൻ്റെ തൊഴിലാളിയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അയാൾ പഠിച്ചിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം.